സൗദിയിൽ ഇഖാമയുടെ കാലാവധി കഴിഞ്ഞ് 3 മാസം പിന്നിട്ട വിദേശികൾക്ക് തൊഴിൽ മന്ത്രാലയത്തിന്റെ അന്ത്യശാസനം. ജൂൺ 30-നകം ഇവർ ഇത് പുതുക്കുകയോ മറ്റൊരു സ്ഥാപനത്തിലേക്ക് സ്പോൺസർഷിപ്പ് മാറ്റിക്കൊണ്ട് പദവി നിയമവിധേയമാക്കുകയോ ചെയ്യണമെന്നാണ് ഇപ്പോൾ അധികൃതർ പറഞ്ഞിരിക്കുന്നത്. ഇല്ലെങ്കിൽ കനത്ത നിയമ നടപടികൾ തന്നെ സ്വീകരിക്കേണ്ടി വരും. ഇഖാമ കാലാവധി കഴിഞ്ഞ മുഴുവൻ പ്രവാസികൾക്കും ഇത് സംബന്ധിച്ച് സന്ദേശങ്ങൾ മൊബൈൽ ഫോണിലൂടെ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. യഥാസമയം പുതുക്കേണ്ട ഉത്തരവാദിത്തം തൊഴിലുടമയ്ക്കാണ്. എന്നാൽ 3 മാസത്തിലധികം കാലം ഇഖാമ പുതുക്കാതിരുന്നാൽ ജൂലൈ 1 മുതൽ അത്തരം ജീവനക്കാർ നിലവിലെ സ്ഥാപനത്തിൽ നിന്ന് സ്വമേധയാ ഒഴിവാക്കപ്പെടും. സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയതോ സാമ്പത്തിക പ്രതിസന്ധിയോ കാരണമാണ് പലരുടെയും ഇഖാമ പുതുക്കാത്തതെന്ന് മന്ത്രാലയം നിരീക്ഷിക്കുന്നുണ്ട്. അതേസമയം ഈ ഒരു കാരണങ്ങളൊന്നും തന്നെ ഇതിൽ പ്രതിഫലിക്കില്ല. ഇഖാമ പുതുക്കാതിരിക്കാൻ ഇതൊന്നും അനുവദിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്ഥാപനത്തിൽ നിന്ന് പുറത്താകുന്ന ജീവനക്കാർ പിന്നീട് 2 മാസത്തിനുള്ളിൽ പുതിയ സ്പോൺസർഷിപ്പിലേക്ക് മാറണമെന്നാണ് അധികൃതർ പുറപ്പെടുവിച്ചിരിക്കുന്ന നിർദ്ദേശം.